അവന് പാഠപുസ്തകം കയ്യിലെടുക്കാൻ അവകാശമില്ല. സഹോദരന്മാരെ, നമ്മളെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന ഒരു വീഡിയോ ആണിത്. ഇത് ഒരൊട്ടല്ല വരുന്നത്, ഒന്നിലധികം തവണ വന്നിട്ടുണ്ട്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ഈ വീഡിയോയിലുള്ളത് എന്താണ്? ഒരു മതാധ്യാപകൻ്റെ വേഷത്തിൽ അല്ലെങ്കിൽ ഒരു പ്രഭാഷകൻ്റെ വേഷത്തിൽ ഒരാൾ വരുന്നു. ബാക്കി ഓന് പ്രഭാഷണം ഒരു കാര്യം തോന്നിയാസമായി അവതരിപ്പിക്കുന്നു. സ്റ്റേജിൽ ഡാൻസ് കളിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ചില മതപ്രഭാഷണ വിഷയങ്ങളും കൂട്ടിച്ചേർക്കുന്നുണ്ട്. മൊത്തത്തിൽ ഇസ്ലാമികമായ പ്രഭാഷണം, അതുപോലെ ഖുർആനിൽ ആയത്തോതുക, വിഷയങ്ങൾ അവതരിപ്പിക്കുക, എല്ലാം കോമഡിയാക്കി അവതരിപ്പിക്കുക, കൂടെയുള്ളവർ കൂടി ചിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണിതുള്ളത്. ഇത് പറയുന്നത് ദീനിയായി ഇതിൻ്റെ വിധി അറിയണമെന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം ബാധകമാണ്. ആരെന്ത് പറഞ്ഞാലും അത് നമുക്ക് ബാധകമല്ല, നമ്മളത് സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നവരോടല്ല ഈ പറയുന്നത്. സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഇതാണിപ്പോൾ ആ വേഷം ധരിച്ച ആളുകളുടെ ആ അഭിനയം. ഇത് തമാശയാണ്, ഒറിജിനലല്ല, തമാശയാണ് എന്നൊക്കെ മനസ്സിലായി. എന്നാലും എന്താണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ വിധി എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. ഞാനൊരു കിതാബ് വായിക്കാം. ഇത് സൗകര്യം ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ദീനിൻ്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ താല്പര്യമുള്ളവർക്ക് മാത്രം സ്വീകരിക്കാം. ഈ കിതാബ് ഇതൊരു കിതാബാണ്. ഇത് PDF ആണ്. ഈ കിതാബിൻ്റെ പേര് അൽ-ഇഅ്ലാമു ബി ഖവാത്തിഇൽ ഇസ്ലാം. ചില പ്രവർത്തികൾ ചെയ്താൽ അല്ലെങ്കിൽ ചില വാക്കുകൾ ചെയ്താൽ ഓൻ്റെ ഇസ്ലാം തന്നെ പോകും, കാഫിറായി പോകും എന്ന് പറയുന്ന ആ പ്രവർത്തികളെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും പറയുന്ന ഒരു കിതാബാണ്. ഇത് എഴുതിയത് പൊന്നാനിയിലെ മഖ്ദൂം തങ്ങൾ, നമുക്കൊക്കെ അറിയാമല്ലോ, പൊന്നാനിയിലെ സൈൻദി മഖ്ദൂം തങ്ങളുടെ ഉസ്താദ് ഇബ്നു ഹജർ അൽ ഹൈത്തമി, ഷാഫിഈ മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ് വമിൻഹ, എന്താ കണ്ടോ, ഇത് ഞാൻ പറയുന്നത് അല്ല അർത്ഥം, വേറെ എന്തെങ്കിലും അർത്ഥം വെക്കുകയാണ്. അറബിയിൽ വായിച്ചിട്ട് അർത്ഥം വേറെന്തോ മാറ്റി പറഞ്ഞതാണെങ്കിൽ അറബി അറിയുന്നവരോട് ചോദിച്ചു നോക്കിയാൽ മതി. കാഫിറാകുന്ന, ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുന്ന, മുർത്തദ്ദായി പോകുന്ന പ്രവർത്തികൾ എണ്ണുകയാണ്. അതിൽപ്പെട്ട ഒന്നാണെന്ത്? ലൗ ഹളറ ജമാഅത്തുൻ, ഒരു സംഘം ആൾക്കാർ ഒരുമിച്ച് കൂടി, വ ജലസ അഹദുഹും അലാ മക്കാനിൻ റഫീഇൻ, അതിൽപ്പെട്ട ഒരാൾ ഒരു പീഠത്തിലിരുന്നു, ഒരു പ്രസംഗ പീഠത്തിൽ വന്നിരുന്നു, ഒരു ഉയർന്ന സ്ഥലത്തിരുന്നു. തശ്ബീഹൻ ബിൽ മുദക്കിരീന, വഅള് പറയുന്ന ആളുകളുടെ കോലം കെട്ടിയിട്ട്. ഫസഅലുൽ മസായില, അവരങ്ങോട്ടും ഇങ്ങോട്ടും ദീനിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നു. വഹും യളഹഖൂന, എന്നിട്ട് പരസ്പരം പറഞ്ഞ് പരിഹസിക്കുന്നു, ചിരിക്കുന്നു, പരിഹസിച്ച് ചിരിക്കുന്നു. സുമ്മ യദ്രിബൂനഹു ബിൽ മിജ്റാഫി, പിന്നെ അവർ ഇവനെ അടിക്കുകയും ചെയ്യുന്നു. ഈ ചോദിക്കാൻ വന്ന ആളെ അടിക്കുന്നു, കാരണം ഓർക്ക് ഇഷ്ടപ്പെടാത്തത് പറഞ്ഞുകൊണ്ട് അടിക്കുന്നു. ഔ തശബ്ബഹ ബിൽ മുഅല്ലിമീന, അല്ലെങ്കിൽ അധ്യാപകരുടെ, മദ്രസ അല്ലെങ്കിൽ ഉസ്താദുമാരുടെ, മുദരിസന്മാരുടെ, ദർസ് നടത്തുന്ന ആലിമീങ്ങളുടെ വേഷം ധരിച്ചിട്ട് കോലം കെട്ടിയിട്ട് വന്നു. അഭിനയമാണ്, ഒറിജിനലല്ല. യൂട്യൂബിന് വേണ്ടിയോ റീൽസിന് വേണ്ടിയോ എന്തോ ആവട്ടെ. ഫാഹദ ഹഷബത്തൻ, ഓൻ്റെ കയ്യിലൊരു വടിയുണ്ട്. ഓനൊരു വടി എന്ന് വെച്ചാൽ മദ്രസ അധ്യാപകരുടെ കയ്യിലുണ്ടാവുമല്ലോ, ഏത് അധ്യാപകൻ്റെ കയ്യിലും വടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഇവനൊരു കോലം കെട്ടി വേഷം മാറി വന്നിട്ട് കോലം കെട്ടിയിട്ട് അഭിനയിക്കുകയാണ്. കയ്യിലൊരു വടിയുണ്ട്. വജലസൽ ഖൗമു ഹൗലഹു, ചുറ്റും കസ്ബിയാനി, ഓൻ്റെ അടുത്ത് പഠിക്കാൻ വന്ന കുട്ടികളെ പോലെ ബാക്കിയുള്ളവർ ചുറ്റും ഇരിക്കുകയാണ്. എന്നിട്ട് ഇവൻ്റെ കോമഡി കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വഹിക്കു വസ്തഹ്സഉ, എന്നിട്ട് അവർ ചിരിക്കുന്നു, കളിക്കുന്നു, തമാശയാക്കുന്നു, പരിഹസിക്കുന്നു. അങ്ങനെ ചെയ്താൽ കാഫിറായി പോകും എന്ന് പറഞ്ഞ പ്രവർത്തികളിലാണ് ഇത് എണ്ണിയിട്ടുള്ളത്. അപ്പോൾ കാഫിറായി പോകുന്ന അത്രയും ഗൗരവം ആണെന്ന് വിശ്വാസമുള്ളവരോടാണ് ഞാൻ പറയണത്. ഇതൊരു വിഷയമല്ല. ആരെന്ത് പറഞ്ഞാലും നമ്മളിതുപോലെ ചെയ്യും, ഇങ്ങനത്തെ വീഡിയോസ് ഷെയർ ചെയ്യും എന്ന് പറയുന്നവർക്ക് ഇത് ബാധകമല്ല. വല്ല എന്തോ ആയിക്കോട്ടെ.
പക്ഷേ ഇതിനെക്കുറിച്ച് ബോധം വേണം, ഇതൊക്കെ അറിയണം എന്ന് താല്പര്യമുള്ളവർക്ക് മാത്രം കേൾക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ കാഫിറായി പോകുന്നതാണ്. ഹറാമാണ് എന്നല്ല പറഞ്ഞത്, ഹറാമാണെന്നല്ല പറഞ്ഞത്, ഇസ്ലാം നഷ്ടപ്പെട്ടു പോകും എന്നായി പറയുന്നത്. അങ്ങനെ ഉണ്ടായാൽ കാഫിറായി പോകുന്ന പ്രവൃത്തിയാണ് ആ ചെയ്യുന്നത് എന്ന്. അത് ഒരു വീഡിയോയെക്കുറിച്ച് മാത്രം പറഞ്ഞതല്ല. ഇപ്പോൾ നേരത്തെ തുടക്കത്തിൽ കണ്ട ഒരു വീഡിയോയെക്കുറിച്ച് മാത്രം പറഞ്ഞതല്ല, മറിച്ച് അത് പൊതുവായൊരു നിയമം പറഞ്ഞതാണ്. ഇത് 450 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. യൂട്യൂബ് വരുന്നതിൻ്റെയോ ഇൻസ്റ്റാഗ്രാമൊക്കെ വരുന്നതിൻ്റെയോ 450 കൊല്ലങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇവിടെയുള്ള ഒരാളോടും വെറുപ്പുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ഒരാളെയും മുന്നിൽ പ്രതിയാക്കി നിർത്തിയിട്ട് അയാളെ കുറ്റം പറഞ്ഞിട്ട് എഴുതിയതല്ല. നേരത്തെ ആദ്യം നമ്മുടെ ഈമാൻ നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ട് എഴുതി വെച്ചതാണ്. അപ്പോൾ അത് മനസ്സിലാക്കണം. നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ട് പറയാണ് എന്ന് മനസ്സിലാക്കരുത്. കാരണം നമ്മളെ വല്യപ്പന്മാർ ജനിക്കുന്നതിൻ്റെ മുമ്പ് എഴുതി വെച്ചതാണത്. വിശദമായി ഇപ്പോൾ പറയുന്നില്ല, ബാക്കി ഓരോന്ന് സാഹചര്യത്തിനനുസരിച്ച് പറയാം. നമ്മൾ ചുരുക്കം ഇങ്ങനെ മനസ്സിലാക്കുക, നമ്മളൊരു ദീനിയായൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോഴോ വീഡിയോ ചെയ്തത് ഷെയർ ചെയ്യുമ്പോഴോ അത് ആസ്വദിക്കുമ്പോഴോ അത് ഷെയർ ആക്കുമ്പോഴോ അല്ലെങ്കിൽ റീൽസായി ഷോർട്സായി അല്ലെങ്കിൽ പോസ്റ്റായി അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ആ തിന്മയിൽ നമ്മളും പങ്കാളികരാണ്. അവർ ചെയ്ത ആ തിന്മയിൽ നമ്മളും പങ്കാളിയാകും എന്ന് മാത്രം ചുരുക്കി പറയുന്നു.